ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യത്തെ ഒരു 3 മിനിറ്റോളം സമയം എങ്ങനെ മലയാറ്റൂരിലേക്ക് ബസ്സിൽ വരാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം ഇവിടെ മലയാറ്റൂർ വന്നാൽ എവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും, എവിടെയൊക്കെയാണ് റൂംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്, പിന്നെ ഏതൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, പിന്നെ ഇവിടെ മലയാറ്റൂരിന് ചരിത്രം, എങ്ങനെയാണ് മലയാറ്റൂർ ഒരു തീർത്ഥാടന കേന്ദ്രമായെന്നുള്ളതും, തോമസ് ലീഹ മലയാറ്റൂർ വന്നതിൻ്റെ കഥയും, പിന്നെ ഇവിടെയുള്ള ആന കുത്തിയ പള്ളി, അത്ഭുത ഉറവ, അങ്ങനെ ഇവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലയാറ്റൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ വന്നിട്ട് മലയാറ്റൂരിലേക്ക് എങ്ങനെ പോകാമെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് നേരെ കാലടിയിൽ പോകാമെന്നുണ്ടെങ്കിൽ അവിടുന്ന് മലയാറ്റൂരിലേക്കുള്ള ബസ് കിട്ടുമെന്നാണ് അറിഞ്ഞത്. അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ലത് പ്രൈവറ്റ് ബസ്സിൽ പോകുന്നതായിരിക്കും. കുറേ ബസ് സർവീസ് ഉണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇടതുവശത്തേക്ക് നടന്നു വരുമ്പോൾ മൈ സിനിമാസിൻ്റെയൊക്കെ ബോർഡ് കാണാൻ പറ്റും. അതിനടുത്തായിട്ട് തന്നെയാണ് പെരുമ്പാവൂർ കാലടി പോകാനുള്ള വണ്ടിയുടെയൊക്കെ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഈ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ്, അതായത് ഇവിടെ പെരുമ്പാവൂർ കാലടിയിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടുന്ന് നേരെ പെരുമ്പാവൂർ കാലടി ബസ് കിട്ടും. ഈ കാണുന്നതാണ് പെരുമ്പാവൂർ കാലടി ബസ്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരിട്ട് മലയാറ്റൂരിലേക്കുള്ള ബസ്സുണ്ട്, പക്ഷേ അത് ബസ് സർവീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്കമാലിയിൽ നിന്ന് നേരിട്ട് മലയാറ്റൂരിലേക്കുള്ള ബസ് കാത്തു നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ അങ്കമാലിയിൽ നിന്ന് നേരിട്ട് മലയാറ്റൂർ ബസ് കിട്ടുകയാണെങ്കിൽ അതിൽ പോകാം. ഇപ്പോൾ കാലടിയിൽ ചെന്നിട്ട് മലയാറ്റൂരിലേക്ക് പോകാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം, കാലടിയിൽ ചെന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആലുവയിൽ നിന്ന് വരുന്ന മലയാറ്റൂർ ബസ്സൊക്കെ ഉണ്ട്, അത് കാലടിയിൽ വന്നിട്ടാണ് പോകുന്നത്. ഇപ്പോൾ അങ്കമാലി സൈഡിൽ നിന്ന് വരുന്ന വണ്ടി ആയാലും ആ ഒരു ആലുവ സൈഡിൽ നിന്ന് വരുന്ന ബസ്സായാലും ഏത് ബസ്സാന്ന് പറഞ്ഞാലും ആ ഒരു കാലടി ബസ് സ്റ്റോപ്പിൽ നിന്നായിരിക്കും പോകുന്നത്. ഇവിടുത്തെ പ്രത്യേക ദിവസങ്ങളിൽ, അതായത് ദുഃഖ വെള്ളിയാഴ്ച, പെസഹ വ്യാഴാഴ്ച, പിന്നെ 8-ാം പെരുന്നാൾ, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട്. അത് രാത്രിയിലും പകലും ഡേ നൈറ്റ് ബസ് സർവീസ് കാണും. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ അങ്കമാലിയിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്കമാലിയിൽ നിന്ന് കാലടി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ തന്നെ മലയാറ്റൂരിലേക്കുള്ള ബസ് കിട്ടി. മലയാറ്റൂർ ബസ്സിന്റെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മല കയറാൻ പോകുന്ന ആ ഒരു സ്ഥലത്തെത്താൻ പറ്റും. ആ ഒരു മലയാറ്റൂർ ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് ഏകദേശം 3 കിലോമീറ്റർ മുമ്പായിട്ട് ഇവിടുത്തെ ഇടവക പള്ളി കാണാൻ പറ്റും. ഈ ഇടവക പള്ളിയോട് ചേർന്ന് തന്നെ പെരിയാർ ഹോളി റിവർ ഉണ്ട്, പെരിയാർ നദി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നദിയിൽ വന്ന് കുളിച്ച് ഇവിടുത്തെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് നേരെ മല കയറാനായിട്ട് പോകാം. ഇപ്പോഴാ ഒരു നദിയിൽ പോയി കുളിക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പള്ളിയുടെ പിറകിലായിട്ട് തന്നെ ബാത്റൂംസ്, പിന്നെ അടുത്ത് തന്നെ റൂംസും ഒക്കെ അവൈലബിൾ ആണ്. കാലടിയിൽ നിന്ന് മലയാറ്റൂരിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഈ കാണുന്ന പള്ളിയുടെ മുമ്പിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് നിർത്തിയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ മലയാറ്റൂരിലേക്കുള്ള വണ്ടി കാലടിയിൽ നിന്ന് വരുന്നത് കിട്ടും. അപ്പോൾ അതിൽ കയറിയിട്ട് മല കയറുന്നിടത്തേക്ക് പോകാൻ പറ്റും. ഈ കാണുന്നത് പഴയ പള്ളിയാണ്. ഇവിടെ ഇപ്പം വിശുദ്ധ കുർബാന വെച്ചിട്ട് നിത്യാരാധന ചാപ്പലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പഴയ പള്ളി പഴയ രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ആ പഴയ കാലത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. മലയാറ്റൂർ വരുമ്പോൾ സെൻറ്റ് തോമസിൻ്റെ പേരിൽ 2 പള്ളികളാണുള്ളത്. ഒന്ന് ഇവിടെ കാണുന്ന ഇടവക പള്ളിയും പിന്നെ കുരിശുംമൂടി മലമുകളിലുള്ള ഒരു പള്ളിയാണുള്ളത്. ഈ കാണുന്ന പഴയ പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് AD 900-ലാണ്. ഈ പള്ളിയുടെ അൾത്താര ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് ശൈലിയിലാണ്. പള്ളിയുടെ മുൻഭാഗമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് റോമൻ വാസ്തുവിദ്യയിലാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പഴയ പള്ളിയുടെ അടുത്തായിട്ട് തന്നെയുള്ള പുതിയ പള്ളിയാണ്. ഈ പള്ളിയുടെ ഉൾവശം കാണാൻ ഭയങ്കര രസമാണ്. ആൾത്താരയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും പുറത്തെ ഒരു ഭാഗം മൊത്തം തടിയാണ്. ഇവിടുത്തെ പ്രധാന പ്രത്യേകത ഇതൊന്നുമല്ല. ഈ ചർച്ചിൽ സെൻറ്റ് തോമസിൻ്റെ തിരുശേഷിപ്പുണ്ട്, പിന്നെ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് കാണാൻ പറ്റും. മലയാറ്റൂർ മലയിലേക്ക് പോകുന്ന ഒട്ടുമിക്ക എല്ലാ വിശ്വാസികളും ഈ പള്ളിയിലും കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകാറുള്ളത്. 2012-ലാണ് ഈ പുതിയ പള്ളി ഇവിടെ നിർമ്മിച്ചത്. ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ അടിവാരത്തിലേക്ക് പോവാണ്. അതായത് ഇവിടുന്ന് മല കയറാൻ പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടോട്ട് പോവാണ്. ഇപ്പോഴാ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ നമുക്ക് ബസ് കിട്ടി. ആ ബസ്സിലാണ് നമ്മളിവിടെ അടിവാരം ചർച്ചിലെടുത്തോട്ട് പോകുന്നത്, അതായത് മലയാറ്റൂരിലെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക്. ഇവിടുത്തെ ഈ ഒരു മലയാറ്റൂർ ലാസ്റ്റ് ബസ് സ്റ്റോപ്പായ അടിവാരം ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് തന്നെ ഒരു തടാകം കാണാൻ പറ്റും, നക്ഷത്ര തടാകം. ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ നക്ഷത്ര തടാകം എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പായിട്ട് കണ്ട ഒരു ചർച്ച് ഉണ്ടല്ലോ, ആ ചർച്ചിനടുത്തായിട്ട് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ ഈ മല കയറാൻ തുടങ്ങുന്നതിൻ്റെ ഈ അടിവാരം ഈ ഒരു സ്ഥലത്തായിട്ട് തന്നെ നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഇവിടെ മല കയറാൻ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് അവിടെ നേർച്ച ഭക്ഷണം കിട്ടും. ശനിയും ഞായറൊക്കെയാണ് അവിടെ നേർച്ച ഭക്ഷണം കിട്ടുന്നത്. അല്ലെങ്കിൽ പ്രത്യേക ദിവസമായിട്ടുള്ളത് ദുഃഖ വെള്ളിയാഴ്ച, പിന്നെ പെസഹ വ്യാഴാഴ്ച, ആ ദിവസങ്ങളിലൊക്കെയാണ് നേർച്ച ഭക്ഷണം അവിടെ ഉള്ളത്. അല്ലെങ്കിൽ അവിടെ മുകളിൽ ചെല്ലുമ്പോൾ പള്ളി വക ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. അവിടുന്ന് ഫുഡ് കഴിക്കാം. നിങ്ങളുടെ സ്വന്തം വാഹനങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണിത്. ദുഃഖ വെള്ളിയാഴ്ച, പെസഹ വ്യാഴാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് നല്ല ആളും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആ ദിവസങ്ങളിലൊക്കെയാണ് ഈ വലിയ മരക്കുരിശുമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ടീമുകളായിട്ട് ആൾക്കാർ വന്നിട്ട് ആ കുരിശ് മലയുടെ താഴേന്ന് മുകളിൽ വരെ ചുമന്നോട്ട് പോകുന്ന കാണാൻ പറ്റും. അത് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പം നമുക്ക് ഈ കാണുന്ന കുരിശുണ്ട്. ഈ കുരിശ് മേടിച്ചിട്ട് ഒരു കയ്യിൽ കുരിശും പിടിച്ച് മല കയറാൻ പറ്റും. ചെറിയ കുരിശാണ്, 100 രൂപയാണ് അതിൻ്റെ വില. പിന്നെ നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വടി മേടിക്കാൻ കിട്ടും. ആ വടി ഒരു സപ്പോർട്ടിനായിട്ട് വേണമെങ്കിൽ മേടിച്ചിട്ട് പോകാം. വലിയ കുരിശ് കൊണ്ടുവന്ന ദിവസമുണ്ട്. അത് ദുഃഖവെള്ളിയായിരിക്കും രാവിലെ തൊട്ട് കാണും. ഈ മെയിൻ ഒത്തിരി തിരക്ക് വരുന്ന ദുഃഖ വെള്ളിയാഴ്ച ആ ഒരാഴ്ച. ദുഃഖവെള്ളി, ഈസ്റ്റർ, ഞായറാഴ്ച. ഇതിപ്പം സീസൺ ടൈം ആയപ്പോഴാണ് ഈ പോകുന്ന റോഡിൻ്റെ സൈഡുകളിലായിട്ട് ചെറിയ ഷോപ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത്. നോയമ്പ് സമയത്താണ് ഇവിടെ മല കയറാനുള്ള ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലും വിശ്വാസികൾ വരാറുള്ളത് ഈസ്റ്റർ തുടങ്ങുന്ന ഒരാഴ്ച ഉണ്ടല്ലോ, ഈസ്റ്ററിൻ്റെ ഒരാഴ്ച, ആ ഒരു ദുഃഖവെള്ളി, പെസഹ വ്യാഴാഴ്ച, ആ ഒരു ആഴ്ച ടൈമിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ സീസൺ തുടങ്ങിയെങ്കിലും കുട്ടികളുടെയൊക്കെ ഒരു എക്സാം ടൈമാണ്. ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് ആ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴും നല്ല ആൾ വന്ന് തുടങ്ങും. എന്തിന്റെ പ്രത്യേകത? ഉടമ്പൊക്കെ വേദന എടുക്കണേന്. ശാരീരികമായുള്ള ഇതിന്റെ കൈയും കാലും ഒക്കെ അതിന്റെ പ്രത്യേകത. കൈക്കും കാലും വേദന ഉണ്ടെങ്കിൽ 20 രൂപയാണ്. ഒരു മല കയറാനുള്ള സ്ഥലത്തിനടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് തന്നെ ഇടത് സൈഡിലായിട്ട് പള്ളി വക ലഘു ഭക്ഷണശാല കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ച് വെച്ചിട്ടാണ് പോയത്. കാരണം ഈ പോകുന്ന വഴിക്ക് മലയുടെ ഇടയ്ക്ക് ഷോപ്പുകളൊന്നുമില്ല. മല കയറി മുകളിലെത്തിയാൽ മാത്രമേ കടകളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ മല കയറി പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് പൈപ്പിലെ വെള്ളമുണ്ട്, ടാപ്പ് വെള്ളമുണ്ട്. അത് വേണമെങ്കിലും കുടിക്കാനായിട്ട് എടുക്കാം. മല കയറാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ മലയുടെ ആ ഒരു മലകയറ്റം തുടങ്ങുന്ന ഭാഗത്തായിട്ട് തന്നെ സെന്റ് തോമസിന്റെ ഒരു കുരിശടി കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ വലിയ രൂപമൊക്കെ വെച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു കുരിശടിയാണ്. മല കയറാനായിട്ട് പോകുന്നവർ ഇവിടെ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മല കയറാനായിട്ട് പോകുന്നത്. ഇപ്പോഴാ കുരിശടിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ മല കയറാനായിട്ട് പോവാണ്. മല കയറാൻ തുടങ്ങുന്നതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് തന്നെ നേർച്ച ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും. മല കയറാൻ തുടങ്ങുന്ന ഈ ഒരു ഭാഗത്താണ്, ഇവിടുന്നാണ് എൻട്രൻസ്, ഇവിടുന്നാണ് നമ്മൾ മല കയറാൻ തുടങ്ങുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് നോക്കുമ്പം ഏകദേശം 1300ഓളം അടി ഉയരത്തിലാണ് ഈ മല നിൽക്കുന്നത്. ആ ഒരു അടിവാരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് മലമുകളിലേക്ക് പോകാനായിട്ട്. ഒരു 1.5 മണിക്കൂറൊക്കെ കൊണ്ട് മലമുകളിൽ എത്താൻ പറ്റും. റെസ്റ്റൊക്കെ ചെയ്ത് പ്രയറൊക്കെ ചൊല്ലിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് അത്ര സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാൻ പറ്റും. പിന്നെ മല കയറാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരുന്നതായിരിക്കും നല്ലത്. ഞാനിത് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ വർഷം ഞാൻ മല കയറിയത് ഒരു ഉച്ച സമയത്താണ്. ദുഃഖ വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഈ ഒരു മല കയറി പോയത്. അപ്പോൾ ആ സമയത്ത് നല്ല ചൂട്
ചൂട് അനുഭവപ്പെട്ടു. അത് രാവിലെ ഉള്ള ഒരു സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ ആ ഒരു ചൂടിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ഒരു 7:30 മണി 8 മണി സമയത്താണ് മല കയറാൻ തുടങ്ങുന്നത്. ഈ ഒരു സമയം കുഴപ്പമില്ല, ചൂട് തുടങ്ങിയിട്ടില്ല. 10 മണിക്കൊക്കെ ശേഷമായിരിക്കും കുറച്ചുകൂടി നല്ല ചൂട് അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. മല കയറി പോകുന്ന വഴിക്ക് തന്നെ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുരിശിൻ്റെ വഴി പ്രാർത്ഥിച്ചിട്ടാണ് മല കയറുന്നത്. പിന്നെ മലയാറ്റൂർ മുത്തപ്പനോടുള്ള ഒരു ഇത് വെച്ചിട്ട് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുന്ന ഭക്തജനങ്ങളെയും കാണാൻ പറ്റും. ഏകദേശം 600 മീറ്ററോളം മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് 1-ാം സ്ഥലം വരുന്നത്. ഈ 14 സ്ഥലങ്ങളിലുള്ളിടത്തും നമുക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തോമസ് ലീഹ. ഗലീല എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹത്തിന്റെ തൊഴിൽ മത്സ്യബന്ധനമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തെ പറ്റിയുള്ള പ്രഘോഷങ്ങളിൽ ആകർഷണമായി അദ്ദേഹം വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി മാറുകയായിരുന്നു. യേശുക്രിസ്തു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ യേശുവിന്റെ ശിഷ്യന്മാർ പല രാജ്യങ്ങളിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചു. ഇന്ത്യയിലേക്ക് വന്നത് തോമസ് ലീഹ ആയിരുന്നു. AD 52 കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം കപ്പലിൽ വന്നിറങ്ങുന്നത്. 7 പള്ളികളും ഒരു കുരിശുപള്ളിയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് സുവിശേഷം പറയുമ്പോഴാണ് അദ്ദേഹം മലയാറ്റൂരിലെത്തുന്നത്. മലയാറ്റൂരിൽ വന്നും അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. ശത്രുക്കൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നു. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായി അദ്ദേഹം ഈ കാണുന്ന കുരിശുമൂടി മലയുടെ മുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. മലമുകളിലെത്തിയ വിശുദ്ധൻ ദിവസങ്ങളോളം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് ശത്രുക്കൾ അദ്ദേഹത്തെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഈ മലയിലുണ്ടായിരുന്ന വന്യമൃഗങ്ങൾ അദ്ദേഹത്തിന് കാവലായി നിന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ കുടിക്കാനുള്ള വെള്ളത്തിനായി കയ്യിലുണ്ടായിരുന്ന ഒരു വടി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന പാറയുടെ മുകളിൽ കുത്തി. അവിടുന്ന് ഒരു നീരുറവയുണ്ടായി. ഇപ്പോഴും നമ്മൾ ഈ ഒരു മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ ആ ഒരു ഉറവയൊക്കെ കാണാൻ പറ്റും. വിശുദ്ധ തോമസ് ലീഹ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ വന്നിരുന്ന മലവേടന്മാർ നായാട്ടിനായിട്ട് വന്നതാണ്. അവർ വിശ്രമിക്കാനായി വിശുദ്ധ തോമസ് ലീഹ പ്രാർത്ഥിച്ചിരുന്ന ആ സ്ഥലത്ത് വന്നു. അവരവിടെ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് അവിടെ ഒരു കുരിശടയാളം കണ്ടു. ആ ഒരു കുരിശടയാളത്തിൽ നിന്നും രക്തം വരികയായിരുന്നു. അങ്ങനെ ഈ ഒരു അത്ഭുത കുരിശടയാളം കണ്ട അവർ ഈ ഒരു പ്രദേശത്തുള്ള എല്ലാവരോടും ഈ കാര്യം പറയുകയും അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഈ ഒരു കുരിശടയാളം കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കുരിശടയാളത്തിനടുത്ത് വന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും രോഗശാന്തിയും പല അനുഗ്രഹങ്ങളും ലഭിക്കാൻ തുടങ്ങിയപ്പോൾ പല ദേശത്തു നിന്നും ആൾക്കാർ ഈ ഒരു മലയുടെ മുകളിലേക്ക് വരാൻ തുടങ്ങി. അന്ന് ആ ഒരു കുരിശടയാളം കണ്ട സ്ഥലത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ പൊന്നിൻ കുരിശ് നിൽക്കുന്നത്. വിശുദ്ധ തോമസ് ലീഹ ഇവിടെ സുവിശേഷം പ്രസംഗിച്ച കാലഘട്ടത്തിൽ ഇവിടെ ഉള്ളവർ അദ്ദേഹത്തെ മുത്തപ്പൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ ഒക്കെ വിളിച്ചിരുന്ന ഒരു പേരായിരിക്കും. ഇപ്പോഴും മലയാറ്റൂര് വരുന്ന ഓരോരുത്തരും മല കയറുന്ന സമയത്ത് മുത്തപ്പോ പൊന്മല കയറ്റം എന്നുറക്കെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് മല കയറാറുള്ളത്. മലയാറ്റൂരിൽ നിന്നും വിശുദ്ധ തോമസ് ലീഹ തമിഴ്നാട്ടിലേക്കാണ് പോയത്. തമിഴ്നാട്ടിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം സുവിശേഷം പറഞ്ഞു. തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹത്തെ കുന്തം കൊണ്ട് ശത്രുക്കൾ കുത്തിക്കൊല്ലുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി. AD 72 അദ്ദേഹം വധിക്കപ്പെടുന്നത്. 20 വർഷ കാലഘട്ടം അദ്ദേഹം ദക്ഷിണ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു. 2004 വത്തിക്കാൻ മലയാറ്റൂരിന് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഈ ഒരു പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥലമാണ് മലയാറ്റൂര്. ഈ ഒരു മലയാറ്റൂർ മലയുടെ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളും കഴിഞ്ഞ് മലമുകളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മാർ തോമസ് ലീഹ മണ്ഡപമാണ്. വിശുദ്ധ തോമസ് ലീഹയുടെ വലിയൊരു രൂപം അവിടെ കാണാൻ പറ്റും. വിശുദ്ധ തോമസ് ലീഹയുടെ തിരുശേഷിപ്പും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ സന്നിധിയുണ്ട്. അവിടെയാണ് വിശുദ്ധ കുർബാന നടക്കുന്ന സ്ഥലം. പിന്നെ ഉള്ളത് ആനക്കുത്തിയ പള്ളിയാണ്. അടുത്തായിട്ട് തന്നെ അത്ഭുത ഉറവയുള്ള കിണർ കാണാൻ പറ്റും. അതിനടുത്തായിട്ട് പൊന്നിൻ കുരിശും പിന്നെ വിശുദ്ധന്റെ പാദമുദ്ര പതിഞ്ഞ ഒരു സ്ഥലവും കാണാം. കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ കഴിഞ്ഞ് ഏകദേശം 2 കിലോമീറ്ററോളം മല കയറി മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കാനായിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മണ്ഡപമാണ്. മർത്തോമ മണ്ഡപം.
ഈ ഒരു മാർത്തോമ മണ്ഡപത്തിലേക്ക് നടന്നു കയറാനായിട്ട് 20 ചവിട്ടുപടികളാണുള്ളത്. ദക്ഷിണേന്ത്യയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ചെലവഴിച്ച 20 വർഷങ്ങളെയാണ് ഈ 20 ചവിട്ടുപടികൾ സൂചിപ്പിക്കുന്നത്. മലയാറ്റൂർ മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ഒരു മാർത്തോമ മണ്ഡപത്തിൻ്റെ തൊട്ട് പിറകിലായിട്ട് തന്നെ നേർച്ച കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ വരുന്ന പലരും പേപ്പറിലാക്കിയിട്ട് ഈ നേർച്ചകളൊക്കെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. മലയാറ്റൂരിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ടാണ്. ഇതിപ്പം മലമുകളിൽ വരുമ്പോഴുള്ള നേർച്ച ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. നേരത്തെ നമ്മൾ മല കയറുന്ന ഒരു ഭാഗത്തും നേർച്ച ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം കണ്ടിരുന്നു. ഇപ്പം മുകളിൽ വന്നാലും നമുക്കിത് കിട്ടും. ഇത് സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രമേ കാണൂ. ശനിയാഴ്ച, ഞായറാഴ്ച, അല്ലെങ്കിൽ ആ ഒരു പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ആ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് കുമ്പസാരമൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ തിരക്കുള്ള ദിവസം കൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെയാണ് കുമ്പസാരത്തിൻ്റെ പ്രധാന സ്ഥലം. ഇതിപ്പോൾ മലമുകളിൽ കാണുന്ന ബുക്ക് സ്റ്റാളാണ്. ഇവിടെ കൊന്ത, പിന്നെ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി കാണാൻ പോകുന്നത് സന്നിധിയാണ്. വിശുദ്ധ കുർബാനയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സന്നിധി. മല കയറി വരുന്നവർ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് റെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടെയാണ് ഇവിടെ. ഇവിടെ ഇരുന്നിട്ട് വിശ്രമിക്കുകയും ആ സന്നിധിയിൽ നോക്കിയിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. പണ്ട് കാലത്ത് ഇവിടെ ഒരുപാട് ആനകളൊക്കെ വന്ന് പോയിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴും ആനകൾ, ആ കാലത്ത് ഇവിടെ പള്ളിയൊക്കെ ആന ആക്രമിക്കുമായിരുന്നു. അങ്ങനെ ആക്രമിച്ച് ആ ഒരു കൊമ്പ് കൊണ്ട് കുത്തിയ ആ ഒരു സ്ഥലമൊക്കെ ഈ ഒരു പള്ളിയുടെ ഭിത്തിയിൽ കാണാൻ പറ്റും. ഇതൊരു പഴയ കാലഘട്ടത്തിലെ ഈ പള്ളിയുടെ ഓർമ്മയായിട്ട് ഇപ്പോഴും അതേപോലെ ഗ്ലാസ് ഒക്കെ ചെയ്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടുന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വ്യൂ കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും വന്നിട്ട് വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അത്ഭുത ഉറവയാണ്. ഈ ഒരു അത്ഭുത ഉറവയുടെ ചരിത്രം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് തോമാസ് ശ്ലീഹ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നി. ആ സമയത്ത് ഇവിടെ കയ്യിലുണ്ടായിരുന്ന വടി വെച്ച് പാറയിൽ കുത്തി. അപ്പോഴവിടുന്ന് നീരുറവ ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു കിണർ ഉണ്ടായെന്നാണ് വിശ്വാസം. ഇവിടെ വരുന്ന വിശ്വാസികൾ ഈ കിണറിലെ വെള്ളം കുടിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഈ അത്ഭുത ഉറവയെന്ന് വിശ്വാസത്തോടുകൂടി ഈ വെള്ളം കുടിച്ച പല ആൾക്കാർക്കും രോഗശാന്തിയും മറ്റ് അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും രോഗശാന്തിക്കും മറ്റ് അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഈ ജലം ഉപയോഗിക്കുന്നവരുണ്ട്. ഇവിടെ ആന കുത്തിയ പള്ളിയുണ്ടല്ലോ, ആ ഒരു പള്ളിയോട് ചേർന്ന് തന്നെ അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് കാണുന്ന ഒരു പള്ളിയാണിത്. ഇനി കാണാൻ പോകുന്നത് മലമുകളിലെ പൊന്നിൻ കുരിശാണ്. പൊന്നിൻ കുരിശ് സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്കാണ് ഈ ഒരു മാർ തോമാസ് ശ്ലീഹയുടെ പാദമുദ്ര പതിച്ചിട്ടുള്ള സ്ഥലമുള്ളത്. ഈ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് മാർ തോമാസ് ശ്ലീഹയുടെ പാദമുദ്ര പതിഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലം. ഇവിടെ അടിവാരത്തുനിന്ന് മല കയറാൻ തുടങ്ങുന്ന ഒരു ഭാഗത്തിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് നേർച്ച പായസം മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ വില വരുന്നത് 60 രൂപയാണ്.